നമസ്കാരം. വർഷങ്ങൾക്ക് മുന്നേ ഇലിമിനേറ്റിക്ക് മുകളിലുള്ള ഇലിമിനേറ്റി ആകുന്ന നമ്മളെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയാണിത്. അന്നേരം പറഞ്ഞ കാര്യങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ലോകത്ത് മനുഷ്യരിൽ സ്വാർത്ഥതയും അഹങ്കാരവും മറ്റുള്ളവരെ അടക്കി ഭരിക്കാനും സെൽഫിഷും എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും ഭൗതിക ആർത്തിയുടെ പിറകെ ഓടുന്ന ഒരു ജനതയാക്കി ക്രിയേറ്റ് ചെയ്ത് സിസ്റ്റം തന്നെ അങ്ങനെയാക്കി നിർത്തിയിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഒരു മനുഷ്യനിൽ തന്നെ അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തും അങ്ങനെയുള്ള കൂട്ടങ്ങൾ ഉണ്ടാകാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അപ്പോൾ അങ്ങനെയുള്ള കൂട്ടങ്ങൾ, മായം കലർന്ന കൂട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എത്തിക്സ് നഷ്ടപ്പെടുമ്പോൾ നമുക്കറിയാം, ലോകത്ത് നിന്ന് നോക്കിയാൽ എല്ലാ മേഖലയിലും എത്തിക്സ് നഷ്ടപ്പെട്ടതായി നമുക്ക് കാണാം. കാരണം എന്താണ്? ഉള്ളിൽ എത്തിക്സ് ഇല്ല, ഉള്ളിൽ സ്നേഹമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ സ്വാർത്ഥതക്കും മറ്റും വേണ്ടി എന്തും ചെയ്ത് ഉള്ള വിഭാഗങ്ങളൊക്കെ ഉടലെടുക്കുക സ്വാഭാവികമാണ്. നമ്മൾ വിദ്യാഭ്യാസ മേഖലയെ നോക്കുമ്പോൾ അറിവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അജ്ഞത വിളമ്പുന്നത്. സ്വാർത്ഥതയും സെൽഫിഷും അരങ്ങുവായുന്ന ഒരിടത്ത് തീർച്ചയായിട്ടും സത്യം വെളിവാകില്ല, അതിൽ മായം കലരും. അതാണ് കാപട്യം, അതാണ് ദജ്ജാലിസം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും കാപട്യം കലർന്നിട്ടുള്ള അറിവുകൾ വിദ്യ എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യയല്ലാത്തതിനെ വിളമ്പും. നമ്മൾ ആരോഗ്യ മേഖല എടുക്കുമ്പോൾ ആരോഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് അനാരോഗ്യം വിളമ്പും. മതം എടുക്കുമ്പോൾ ആത്മീയത എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയതയല്ലാത്ത മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന മതിലുകൾ വിളമ്പും. തീർച്ചയായിട്ടും നമ്മൾ കാണുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും, കാരണം ഇതിന്റെ അടിത്തറ തന്നെ നഷ്ടമായിരിക്കുന്നു. ഇതിന്റെ അടിത്തറ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണെന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ എവിടെയാണ് പ്രശ്നം എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ലോകത്തുള്ളത് ഒരു ലോകത്തെ കോടീശ്വരൻ പറഞ്ഞിട്ടുണ്ട്, സമ്പത്തിന്റെ അധികാരം കടിഞ്ഞാണ് കിട്ടിയാൽ തീർച്ചയായിട്ടും ഈ ലോകത്തെ തന്നെ ഭരിക്കാമെന്ന്. തീർച്ചയായിട്ടും നമ്മുടെ സാമ്പത്തിക സിസ്റ്റം ചൂഷണത്തിൽ അധിഷ്ഠിതമായിട്ട് ആയാൽ എന്തായിരിക്കും? എന്നാൽ അതിനും അപ്പുറമാണ് കാര്യങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സമ്പത്ത് കിട്ടിയാലൊന്നും ഭരിക്കാൻ കഴിയില്ല, മനുഷ്യനെ കീഴ്പ്പെടുത്തേണ്ടതുണ്ട്. മനുഷ്യൻ എന്നത് മഹാസാഗരമാണ്. മനുഷ്യനെ കെടുത്തി ഇട്ടുകൊണ്ടാണ് ഇവിടെ എല്ലാം നിലനിൽക്കുന്നത്. നമുക്കറിയാം, മതങ്ങളൊക്കെ വന്നത് എന്തിനാണ്? മനുഷ്യനെ ഉണർത്താനാണ്. ഓരോ പ്രവാചകന്മാരും ഓരോ വിശുദ്ധരും എല്ലാവരും വന്നത്, ഋഷിവര്യന്മാരും വന്നത് മനുഷ്യനെ ഉണർത്താനാണ്, മനുഷ്യന്റെ ഉള്ളിലുള്ള മഹാസാഗരത്തെ ഉണർത്താനാണ്. അപ്പോൾ അവർ പോയ ശേഷം നമുക്ക് കാണാം, അതിനെ കെടുത്തിയിടുകയും മതങ്ങളൊക്കെ മായം കലർത്തുകയും ചെയ്യുന്ന പ്രോസസ്സ് നടന്നിട്ടുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞാലും തീരൂല. കാരണം എല്ലാ മതങ്ങളുടെ എടുത്തു നോക്കിയാലും ഒരേ പ്രോസസ്സ്, ഒരേ ഐഡിയ, ഒരേ തന്ത്രമാണ് പയറ്റിയിരിക്കുന്നത്. കാരണം ഒരേ കുരുട്ട് ബുദ്ധികൾ തന്നെയാണ് ഓരോ കാലത്തും ഉണ്ടാകുന്നത്. അതിന്റെ ബാക്കി പത്രമാണ് എല്ലാ കാലത്തും വരുന്നത്. കാരണം ഇതിനെ തകർക്കേണ്ടതുണ്ട്. ഇതിനെ തകർന്നാലേ ഇവിടുത്തെ ഭൗതിക ആർത്തിയുടെ സിസ്റ്റം നിലനിൽക്കുകയുള്ളൂ. മനുഷ്യൻ ഉണർന്നാൽ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മൈൻഡ് കൺട്രോളിനെ പറ്റി പറഞ്ഞു. മനുഷ്യന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ പലതും നിലനിൽക്കുന്നത്. ആ മൈൻഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് അതിനെ ആർത്തിക്കും ചൂഷണത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ മാസ് ഹിപ്നോട്ടിസങ്ങൾ നടക്കുന്നുണ്ട്, മീഡിയ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കളക്റ്റീവ് ബോധത്തെ പറ്റി നമ്മൾ സൂചന പറഞ്ഞു. കളക്റ്റീവ് ബോധത്തെ, കൂട്ടായിട്ടുള്ള ഒരു ബോധത്തെ, മനുഷ്യന്റെ ബോധത്തെ തീർച്ചയായിട്ടും ഒന്നിലേക്ക് കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. കാരണം ഈ മനുഷ്യൻ ഉണരാത്തവനാണ്. അതിനെ കൊണ്ടുവന്നുകൊണ്ട് അവരുടേതായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ തീർച്ചയായിട്ടും കഴിയും ലോകത്തെ ചൂഷകർക്കൊക്കെ. നമുക്കറിയാം, ഇവിടെ ഒരു മഹാമാരി വന്നു പടർന്നു. ആ മഹാമാരി വന്നതാണോ പടർത്തിയതാണോ എന്നുള്ള ചോദ്യചിഹ്നമുണ്ട്. അതിനുശേഷം അതിന്റെ വാക്സിൻ വിതരണം ചെയ്തു. അത് മാനവരാശിക്ക് നല്ലതാണോ, അതിനുള്ള മരുന്നാണോ, അതോ ചതിയാണോ എന്നുള്ള ചോദ്യചിഹ്നമുണ്ട്. അപ്പോൾ പലവരും ലോകത്ത് എത്തിക്സ് നഷ്ടപ്പെട്ട് മാനവരാശിയോട് ഒരു സ്നേഹവുമില്ലാത്ത, മനുഷ്യത്വമില്ലാത്തവരാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ കാണുന്നവരുടെ പിറകിലും അതിലും വലിയ പൈശാചികർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം. നമുക്കറിയാം, ഇവിടെ എന്താണ് നടക്കുന്നത്? മനുഷ്യൻ എന്നത് കേവലമായിട്ടുള്ള ശരീരമായിക്കൊണ്ടും മനസ്സായിക്കൊണ്ടും ബുദ്ധിയായിക്കൊണ്ടും ചിന്തയായിക്കൊണ്ടും മനുഷ്യനിൽ ആഗ്രഹവും ഭയവും ജനിപ്പിക്കുന്ന, അത് ആർത്തിയും ജനിപ്പിക്കുന്ന നെഫ്സായിക്കൊണ്ടും മാത്രം നിൽക്കുകയാണ്. മറ്റുള്ള ഒരു തലവും മനുഷ്യന് അറിയില്ല എന്നുള്ളതാണ്. അങ്ങനെ അറിയാതെ ആയതാണ് ഈ കാലത്തിന്റെ ഇരുട്ട്. അതാണ് ഇത് കലിയുഗമായതും എന്നുള്ളത് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഈ നെഫ്സിന്റെ ആർത്തിക്ക് വേണ്ടി, ആഗ്രഹത്തിന് വേണ്ടി മനുഷ്യനിൽ സ്നേഹവും ഒന്നും ഉണ്ടാകില്ല. സ്നേഹം ഇപ്പോൾ ഇവിടെ പുട്ടിന് തേങ്ങയിടുന്നത് പോലെ വെറുതെ കാട്ടിക്കൂട്ടുന്ന അഭിനയം മാത്രമായിരിക്കുകയാണ്. അപ്പോൾ റിയൽ സ്നേഹം മനുഷ്യന് എവിടെയാണ് നഷ്ടപ്പെട്ടത്? റിയൽ ആയിട്ടുള്ള സ്നേഹം എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. നമുക്കറിയാം, ഇങ്ങനെയുള്ള ആർത്തിയുള്ള മനുഷ്യന്റെ കൂട്ടം, ഒരു ടീം, എന്താകട്ടെ, ഒരു വ്യക്തി ആകട്ടെ, അവൻ പൈശാചികരാകും. തീർച്ചയായിട്ടും ഉള്ളിലെ പൈശാചികർക്ക് പുറത്തുള്ള പൈശാചികരെ സഹായവും ഉണ്ടാകും. അതെ, ഇവിടെ പുറത്തുള്ള പൈശാചികരുടെ സഹായവും ഉണ്ടായി ഒരു പൈശാചിക, നമ്മൾ കഴിഞ്ഞ വീഡിയോ ചോദിച്ചിട്ടുണ്ട്, പലരും പറയുന്നു ഇവിടെ ഇനി പൈശാചിക ഭരണം വരാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ പൈശാചികതയല്ല ഇവിടെ നടക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ പൈശാചികരുടെ പുറത്തുള്ള പൈശാചിന്റെ സഹായവും അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സത്യവും നീതിയും ധർമ്മം അന്വേഷിക്കുന്നവർ എവിടെയാണ് ധർമ്മം അസ്തമിച്ചത് എന്ന് പകച്ചു നിൽക്കുന്ന ഒരു ലോകത്താണ് തീർച്ചയായിട്ടും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കൊരു വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഇങ്ങനെ പടിപടിയായിട്ട് നമുക്ക് പോകാൻ കഴിയും. തീർച്ചയായിട്ടും നമുക്ക് മതങ്ങളെ എടുക്കാം. മതങ്ങളെ എന്തുകൊണ്ടാണ് മലിനപ്പെടുത്തിയത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞു.
ഈ മതങ്ങളെ ഇന്ന് ആയുധ കച്ചവടങ്ങൾക്കും മനുഷ്യനെ തമ്മിലടിപ്പിക്കാനും ഭിന്നിപ്പിക്കാനും മതിലുകൾ തീർക്കാനും ഒക്കെ ആക്കി നിർത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഓരോ മതങ്ങളെ അട്ടിമറിക്കുമ്പോഴും നിങ്ങൾ തീർച്ചയായിട്ടും അന്വേഷികളായിരിക്കും, ഓരോ മതങ്ങളെ അട്ടിമറിച്ചത് നിങ്ങൾ പഠിച്ചതായിരിക്കും. അട്ടിമറിക്കുമ്പോൾ അതിൽ നിന്ന് പോകുന്നത് അതിന്റെ സത്തയാണ്. എല്ലാ മതങ്ങളും ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ ഫ്രഷ് ആയിക്കൊണ്ട് യഥാർത്ഥ ഋഷിവര്യന്മാർ, പ്രവാചകന്മാർ, അമ്പിയാക്കൾ കൊണ്ടുവരുമ്പോൾ എല്ലാ മതത്തിന്റെയും എല്ലാ ആത്മീയ ആചാര്യന്മാരും കൊണ്ടുവന്ന സത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. അതാണ് ഇവിടെ നിന്ന് നഷ്ടമായത്. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഇലിമിനേറ്റിക്ക് മുകളിലുള്ള ഇലിമിനേറ്റിയാണ് നമ്മൾ. കാരണം നമ്മുടെ ഉള്ളിലാണ് എല്ലാം ഉള്ളത്, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു സിനിമയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്, കാര്യങ്ങൾ സമഗ്രമായി പറയേണ്ടതുണ്ട്. ഒരു സിനിമ ഏതാന്ന് പറഞ്ഞാൽ തമയിൽ ഭൂമി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. തമയൻ എന്ന് സൊല്ലട തലയുർത്തിനില്ലട എന്നൊക്കെ പാട്ടൊക്കെയുള്ള സിനിമ. ആ സിനിമയിൽ മനുഷ്യന്റെ ഭക്ഷണത്തെ കേടുവരുത്തുന്നതും മനുഷ്യനെ ബാഹ്യമായിട്ട് കോർപ്പറേറ്റുകൾ മറ്റു ഒരു ടീം അറ്റാക്ക് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഭരിക്കുന്നത് എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ തീർച്ചയായിട്ടും ബാഹ്യമായിട്ട് ജൈവികമായി കൃഷി ചെയ്തിട്ടും മറ്റുമൊക്കെ നേരിടുന്നതാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ സിനിമയിൽ കാണിക്കുക എന്നുള്ളതല്ലാതെ പ്രാക്ടിക്കൽ ആകില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പലവരെയും കണ്ടിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് ലോകത്തിന്റെ കാര്യങ്ങൾ, കാഴ്ചകൾക്കപ്പുറം പോയിട്ട് ലോകത്തിന്റെ കാര്യങ്ങൾ പഠിക്കുകയും അതോടൊപ്പം ആത്മീയമായ യാത്ര ചെയ്യുകയും ചെയ്യുന്നവർ തന്നെ അവസാനമായിട്ട് അഭയം പ്രാപിച്ചിരിക്കുന്നത് ബാഹ്യമായിട്ടുള്ള അതുകൊണ്ട് മാത്രം ലോകത്ത് നിലനിൽക്കാമെന്നുള്ളതാണ്. ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അതായത് ഇനി ഇന്ന കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നു, അതുകൊണ്ട് സേഫ്റ്റി ആയിട്ട് ഇന്നത് ചെയ്തു വെക്കാം, ഇന്ന സംഭവങ്ങൾ ചെയ്തു വെക്കാം, ഇങ്ങനെ നിലനിൽക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഭൂമിയെ ശുദ്ധമാക്കാൻ വരെ നമ്മൾ പ്രാക്ടിക്കലാക്കി നോക്കിയാൽ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മുടെ ഭൂമി തന്നെ ഉള്ളത്. അത്രയ്ക്കും മലിനപ്പെടുത്തിയിരിക്കുകയാണ് പ്ലാസ്റ്റിക് കൊണ്ടുപോലും ഭൂമിയെ. നമുക്കറിയാം, ഏറ്റവും നല്ല ഭക്ഷണ രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ലോക ജനത മൊത്തം വിചാരിച്ചാൽ കഴിയാത്ത ഒരു അവസ്ഥയിൽ കുടുക്കിലിട്ടിരിക്കുകയാണ്. പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകണം. വേറൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ, പല ആത്മീയരായിട്ടുള്ള അന്വേഷകരും ഇതുപോലെ ലോകത്തിന്റെ കാഴ്ചകൾക്കപ്പുറം പോയി കണ്ടവരും എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആത്മീയമായിട്ട് അല്ല എന്നുള്ളതാണ് ഉത്തരം. അവരൊക്കെ പല ഭൗതിക സെറ്റിൽമെന്റിലുമാണ്. കാരണം ആത്മാർത്ഥമായിട്ട് ഒരു മനുഷ്യൻ ദൈവത്തെ തേടുന്നുണ്ടോ, യഥാർത്ഥത്തെ തേടുന്നുണ്ടോ, സത്യത്തെ തേടുന്നുണ്ടോ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ആത്മാർത്ഥത കുറഞ്ഞാൽ തീർച്ചയായിട്ടും തെറ്റിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അന്വേഷിച്ചവരൊക്കെ പലരും നമ്മളിപ്പോ ഭൗതിക സെറ്റിൽമെന്റ് ആണ്, പലരും പല ഭൗതിക കാര്യങ്ങളും ചെയ്ത് സേഫ്റ്റിയായി നമുക്ക് നിൽക്കാമെന്ന് വിചാരിക്കുന്നു. ചിലരാകട്ടെ ജ്യോതിഷമൊക്കെ നോക്കി ജീവിതത്തിൽ ഭൗതിക കാര്യത്തിൽ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും, അപ്പൊ ജീവിതം സെറ്റിൽമെന്റ് ആവും, ഇങ്ങനെ പോകുന്നു. യഥാർത്ഥത്തിൽ ഇതൊക്കെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ആത്മീയതയിലേക്ക്, യഥാർത്ഥ പ്രവാചകന്മാരും ഋഷിവര്യന്മാരും കൊണ്ടുവന്ന യഥാർത്ഥ ആത്മീയതയിലേക്ക് നമ്മൾ പറഞ്ഞു, ഏകരക്ഷ നമ്മളാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, നിലവിലുള്ള മതങ്ങൾ ഒരു രക്ഷകനെ കാത്തിരിക്കുന്നു, അവരുടെ മതത്തെ രക്ഷിക്കാൻ വരുന്ന അങ്ങനെയുള്ള ഒരു രക്ഷകൻ വരില്ല, മറിച്ച് രക്ഷ നമ്മളാണ്. കാരണം നമുക്കുള്ളിലാണ് എല്ലാ തലങ്ങളും ഉള്ളത്, അത് ഉണരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവിടെ അതിനെ ഉണർത്താതെയുള്ള ആത്മീയത എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ ഉണർത്താതെയുള്ളതാണ് ഉള്ളത്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, ചിന്ത, മനസ്സ്, അതുപോലെ നെഫ്സ്. ഈ ശ്വാസത്തിന്റെ ദിക്റ്, സിദ്ധന്മാരും മറ്റുള്ള എല്ലാവരും നൽകുന്ന ശ്വാസത്തിന്റെ ദിക്റും നിലവിൽ ഇവിടെ പറയുന്ന ചക്രാസ് ഉണർത്തലും എല്ലാം ഈ നെഫ്സിന്റെ തലത്തിൽ മാത്രം വരുന്നതാണ്. നെഫ്സ് ഭൗതികത മാത്രമാണ്. ഈ നെഫ്സിനെയാണ് പലരും ആത്മാവായി കരുതുന്നത്. എന്നാൽ ഭൗതികതക്കപ്പുറം ഇവർ തീർച്ചയായിട്ടും കടക്കുന്നില്ല. ഈ നെഫ്സ് തെറ്റിക്കപ്പെടാനും ശുദ്ധീകരിക്കാനുമുള്ള വഴിയുണ്ട്. ഈ നെഫ്സിനെ തെറ്റിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ലോകത്ത് എല്ലാ പൈശാചികതയും നിലനിൽക്കുന്നത്. അതിന്റെ സംഭവത്തിൽ തന്നെയാണ് എല്ലാം വരുന്നത്. എല്ലാ അത്ഭുതങ്ങളും മാജിക്കും സിദ്ധികളും ഇതുകൊണ്ട് തന്നെ കാണിക്കാവുന്നതാണ്. എന്നാൽ ഇതിനപ്പുറമാണ് യഥാർത്ഥ ആത്മീയതയും ഡിവൈൻ സ്നേഹവും. ഡിവൈൻ സ്നേഹം ഉണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടെ തെറ്റിക്കപ്പെട്ട ഭൗതികമായി ആർത്തിയുള്ള ഒരു പൈശാചിക സിസ്റ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആത്മീയമായുള്ള സിസ്റ്റവും ഉണ്ടാവും, ആത്മീയമായി തേടുന്നവരും ഉണ്ടാവും. അതിനപ്പുറം ഇവിടെ ഒരു ആത്മ സർക്കാർ ഉണ്ടാകുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആവർത്തിച്ചിരുന്നു. ഒരു ആത്മ സർക്കാർ ഉണ്ടാകും. എന്താണ് ആത്മ സർക്കാർ? തീർച്ചയായിട്ടും ലോകത്ത് കഴിഞ്ഞു പോയ മഹത്തുക്കളൊന്നും മരിക്കുന്നില്ല എന്നുള്ളതാണ്. മരണം എന്നത് ശരീരം വിടൽ മാത്രമാണ്. നമ്മൾ പറഞ്ഞ ഈ നെഫ്സിനെ ഈ ഭൗതിക ലോകത്ത് ഉപേക്ഷിക്കുന്നു. എന്നാൽ അവരുടെ ആത്മാവും മറ്റു ഫംഗ്ഷനുകളും തീർച്ചയായിട്ടും മരിക്കുന്നില്ല. അവർ ചേർന്നതാണ് ആത്മസർക്കാർ. അവരെല്ലാം ചേർന്ന ഒരു ടീമിനെയാണ് നമ്മൾ അവിടെ ആത്മസർക്കാർ എന്ന് ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇവർ അതായത് ലോകത്തുള്ള സ്വാർത്ഥതയും നെഫ്സിന്റെ ആളുകളുമായിട്ടുള്ള കുരുട്ടുബുദ്ധികളും അത്യാഗ്രഹവും ആർത്തിയും കൂടിയ ഈ പൈശാചികർ തീർച്ചയായിട്ടും ദൈവികതയെ നിഷേധിക്കുന്നവരാണ്, ദൈവത്തെ നിഷേധിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇവർ യുക്തിവാദവും ഒക്കെ പറയുമെങ്കിലും അവർ പോലും പലരും പൈശാചിക ആരാധകരാണെന്നുള്ളതും ലോകത്ത് ഒരു സത്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ഇവിടെ കിടന്ന് കറങ്ങുമ്പോൾ യഥാർത്ഥം എന്താണെന്ന് വീണ്ടും നോക്കുമ്പോൾ ഇവിടെ ഒരു ആത്മസർക്കാരുണ്ട്, ദൈവികമായിട്ടുള്ള ഒരു സഭയെയാണ് നമ്മൾ ആത്മസർക്കാർ എന്ന് പറഞ്ഞത്. അതിൽ വിശുദ്ധരും അമ്പിയാക്കളും എല്ലാവരും പെടുന്നു. തീർച്ചയായിട്ടും
അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പറഞ്ഞു, ലോകത്ത് തീർച്ചയായിട്ടും അന്ധത നിറഞ്ഞു നിൽക്കുകയാണ്, കലിയുഗം നിറഞ്ഞാടുകയാണ്. അതായത് മനുഷ്യന്റെ ആത്മീയമായ ഫംഗ്ഷനുകൾ ഉണർന്നിട്ടില്ല. ഈ നെഫ്സിന്റെ തലമായി മാത്രമാണ് ആത്മീയത എന്ന് പറയുന്ന, തെരീക്കത്തുകൾ എന്ന് പറയുന്ന, സിദ്ധന്മാരെന്ന് പറയുന്ന, സന്യാസിമാരെന്ന് പറയുന്ന, ഇവിടുത്തെ സൂഫികളല്ലാത്ത സൂഫികൾ എന്ന് പറയുന്ന എല്ലാവരും നിലനിൽക്കുന്ന മേഖല ഇതാണ്. അതാണ് ഇവിടെ കലിയുഗമായത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആത്മനായകൻ ഇറങ്ങി വരേണ്ടതുണ്ട്. അവർ വരുന്നത് മനുഷ്യരിലേക്കാണ്, ഏതെങ്കിലും മതത്തെ രക്ഷിക്കാനല്ല, നമ്മളെ ഉണർത്താനാണ്. നമ്മൾ ഉണർന്നാലാണ് ഒരേ ഒരു രക്ഷ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ ഉണർത്തേണ്ടത് ആരാണ്? തീർച്ചയായിട്ടും ഈ ഏറ്റവും വലിയ ഒരു ആത്മീയ നായകൻ, ഒരു പ്രേമ അവതാരം, ഒരു സ്നേഹ അവതാരം ഇവിടെ വരേണ്ടതുണ്ട് എന്നുള്ളത് യഥാർത്ഥമാണ്. അതിലേക്ക് എല്ലാ പ്രവാചകന്മാരും, എല്ലാ മതങ്ങളും, കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ മഹത്തുക്കളും സൂചന പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, മനസ്സിന്റെയും ചിന്തയുടെയും യുക്തിയുടെയും നെഫ്സിന്റെയും അപ്പുറമായിട്ടുള്ള തലത്തിലേക്ക് ഒരാൾക്ക് സ്വയം ഉണരാൻ കഴിയില്ല. നമ്മൾ നടത്തുന്ന യാത്രയൊക്കെ സെൽഫായിട്ടുള്ള യാത്രയൊക്കെ മനസ്സിന്റെയും നെഫ്സിന്റെയും യാത്ര മാത്രമാണ്. മറിച്ച് ഒരാളുടെ ആത്മാവിനെ ഉണർത്തണമെങ്കിൽ അവരുടെ ആത്മഹൃദയത്തെ ഉണർത്തണം. ആത്മഹൃദയം എന്നത് തീർച്ചയായിട്ടും ഇവിടെ അന്യമായ സംഭവമല്ല. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ബൈബിളിന്റെ ആദ്യ കൽപ്പന ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും, ഹൃദയം ഉണർന്നാലാണ് ദൈവവുമായി കണക്ഷനാകുക. അതുകൊണ്ടാണ് അള്ളാഹു നോക്കുന്നത് കൽബിലേക്കാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി എന്റെ കണ്ണ് ഉറങ്ങും കൽബ് ഉറങ്ങില്ല എന്ന് പറഞ്ഞത്. ഈ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൽബ് ഉണർന്നു കഴിഞ്ഞാലാണ്, ആത്മഹൃദയം ഉണർന്നു കഴിഞ്ഞാലാണ് ആത്മാവ് ഉണരൽ. പിന്നെയാണ് മറ്റു ആത്മശക്തികൾ ഉണരൽ. തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഡിവൈൻ ലവ്, ഇവിടെ നമുക്കറിയാം സ്നേഹമൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും പൂർണ്ണമല്ല, സ്വാർത്ഥമാണ്. എന്നാൽ ഡിവൈൻ ലവ് വരണമെങ്കിൽ ഇത് ഉണരണം. ഇത് ഉണരണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണർത്തുന്ന ഒരു ഗുരുവര്യൻ വേണം. നമുക്കറിയാം, നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ ഉള്ളത് ശ്വാസത്തിന്റെ ദിക്റുള്ള തലം മാത്രമാണ്. ഇത് ഉണരുന്ന ഗുരുവര്യൻ ഇവിടെ ഇല്ലാതെ, ഉണർത്തുന്ന ഗുരുവര്യൻ ഇവിടെ ഇല്ലാതെയായതാണ് ഇരുട്ടിന് കാരണം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മഹാ ആത്മസർക്കാർ, ആത്മനായകൻ അവതരിക്കേണ്ടതുണ്ട്. പ്രേമ അവതാരം, പ്രണയ അവതാരം അവതരിക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ ഉള്ളിലാണ് സ്നേഹം. സ്നേഹം പകരുന്നത് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ആശയങ്ങളും ഒന്നുമല്ല, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ്. അപ്പോൾ ഒരു മഹാ അവതാരം ഏതെങ്കിലും മതത്തിലേക്കല്ല, മാനവരാശിയിലേക്ക് ഉണർന്നുകൊണ്ട് എല്ലാത്തിനെയും നേരെയാക്കിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ ആത്മീയ അടിത്തറയെയും കറക്റ്റാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും അവതരിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു അവതാരം അവതരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ സ്നേഹമായിട്ടുള്ള, സ്നേഹങ്ങളിലേക്ക് വരുന്ന നായകൻ, തീർച്ചയായിട്ടും പ്രണയത്തിന്റെ ആത്മാക്കളിലേക്ക് വരുന്ന മഹാപ്രേമാവതാരം ഇവിടെ തീർച്ചയായിട്ടും വന്നിരിക്കുന്നു. സർക്കാർ റിയാസ് അഹമ്മദ് ബോഹർഷാഹി വന്നിരിക്കുന്നു. മഹാത്മാവ് എന്താണ് ആദ്യമായിട്ട് ഇവിടെ ചെയ്തത്? ഈ വർക്കാണ് ആദ്യമായി ചെയ്തത്. ഇതാണ് ഇവിടെ ഇല്ലാതെയായത്. ആദ്യമായിട്ട് അടിത്തറയാണ് പാകേണ്ടത്. എല്ലാവരും ആദം മുതൽ, ആദിയോഗി മുതൽ, ഭഗവാൻ ശിവൻ മുതൽ ആദ്യമായി ചെയ്തത് അതിന്റെ ആത്മാക്കളെ, ആത്മഹൃദയത്തെ ഉണർത്തുകയാണ്. ഇവിടെ വേണ്ടത് ഭൂമിയിൽ അല്പം നക്ഷത്രങ്ങളെ, ആത്മഹൃദയത്തെ ഉണർത്തി ദൈവത്തോട് കണക്ഷനുള്ള, ദൈവം നോക്കുന്ന തിളങ്ങുന്ന നക്ഷത്രങ്ങളെ വെക്കുകയാണ് ആദ്യമായി വേണ്ടത്. ആ അടിത്തറയാണ് ഇവിടെ നിന്ന് ഇല്ലാതെയായിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഉണരാത്ത അവസ്ഥയിൽ മനുഷ്യൻ മൃഗം മാത്രമാണ്. മനുഷ്യനുള്ളത് ഈ പറയുന്ന നഫ്സും ഭൗമ ആത്മാക്കളും അവന്റെ മനസ്സും ചിന്തയും യുക്തിയും ഒക്കെ മാത്രമായിട്ടുള്ള ഒരു മൃഗം മാത്രമാണ്. മനുഷ്യന്റെ ഫംഗ്ഷനുകൾ തുറക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും മഹാനവറുകൾ വന്നുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ, ഇത് ആത്മീയതയിലെ മഹാവിപ്ലവമാണ്, ലക്ഷക്കണക്കിന് ആളുകളുടെ ആത്മഹൃദയത്തെ ഉണർത്തുകയുണ്ടായി. ആത്മഹൃദയത്തെ ഉണർത്തുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കുകയുണ്ടായി ഇവിടെ മറഞ്ഞു പോയിട്ടുള്ള. അതുപോലെ ഇവിടെ മറഞ്ഞു പോയിട്ടുള്ള ആത്മീയതയുടെ, ഈ ലോകം എങ്ങനെയാണ് സൃഷ്ടിച്ചത്, ഈ ലോകം എങ്ങനെയാണ് ഉണ്ടായത്, മനുഷ്യന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് എന്നൊക്കെ വളരെ ലളിതമായിട്ട് തീർച്ചയായിട്ടും മഹാനവറുകൾ പഠിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകളുടെ ആത്മഹൃദയത്തെ ഉണർത്തുകയുണ്ടായി. ആത്മഹൃദയത്തെ ഉണർത്തുമ്പോൾ ആദ്യമായി ഉണരുന്നത് നമ്മുടെ ബാഹ്യമായിട്ടുള്ള ഹൃദയമാണ്. ബാഹ്യമായിട്ടുള്ള ഹൃദയത്തിന്റെ മിടിപ്പാണ് യഥാർത്ഥ ദസ്വി. കയ്യിൽ പിടിക്കുന്ന ജപമാലയും ദസ്വിയുമല്ല ദസ്വി. അവിടെയാണ് ദൈവിക നാമം ഈ ഊർജ്ജമാകേണ്ടത്. നമുക്കറിയാം, രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അവിടെ ഊർജ്ജം ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ദൈവിക നാമമാകുമ്പോൾ ദൈവിക പ്രകാശമായിരിക്കും അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. അത് രക്തത്തിൽ കലരും. നമുക്കറിയാം, ഈ വീഡിയോ കാണുന്ന അധികം പേരും പല പഠനത്തിലും രക്തത്തിന്റെ പ്രധാനം പഠിച്ചിട്ടുണ്ടാവും. രക്തത്തിൽ ഇത് കലർന്നു കഴിഞ്ഞാൽ രക്തത്തിൽ നിന്ന് എല്ലാ നെഗറ്റീവും, ബാഹ്യമായി നമ്മളിലേക്ക് ഏൽപ്പിക്കുന്നതും പൈശാചികമായിട്ടുള്ള ഒരു ചതിയും ഒരു നെഗറ്റീവും അവിടെ നിലനിൽക്കില്ല. രക്തത്തിൽ ദൈവിക പ്രകാശമായി കഴിഞ്ഞാൽ അവിടെ നിന്ന് അതൊക്കെ ഒഴിഞ്ഞു പോകും. മാത്രമല്ല, നമ്മുടെ ഓരോ കോശവും നിർമ്മിക്കപ്പെടുന്നത് പിന്നെ ദൈവിക പ്രകാശത്തിൽ നിന്നായിരിക്കും. നമ്മുടെ ശരീരവും നമ്മുടെ രക്തവും ഒക്കെ ശുദ്ധമാകും എന്നുള്ളതാണ്. ഈ ബാഹ്യമായിട്ടുള്ള ഹൃദയത്തിലേക്ക് ഈ ദൈവിക നാമം പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആന്തരിക ഹൃദയത്തിലേക്കാണ് പ്രവേശിക്കൽ. ഒരു കോഴിമുട്ട ഇവിടെ ഉള്ളിൽ കോഴിക്കുഞ്ഞുണ്ട് എന്ന് നമുക്കറിയില്ല. അത് അറിയാത്തവരില്ല എന്ന് പറയും. അത് നമുക്ക് മുന്നേ അറിയില്ലെങ്കിൽ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും അതിനെ നിഷേധിക്കും. എന്നാൽ ഈ ദൈവിക നാമത്തിന്റെ ചൂട് തട്ടുമ്പോൾ ഹൃദയമാകുന്ന കോഴിമുട്ടയിൽ നിന്ന് പൊട്ടി വിരിയുന്ന ഒരു ആത്മീയമായിട്ടുള്ള, നമുക്കുള്ളിലുള്ള ഒരു മാലാഖയാണ് കൽബ്, ആത്മഹൃദയം. അതാണ് തീർച്ചയായിട്ടും ഇവിടെ എല്ലാം ഉണ്ട്.
എന്നുള്ളതാണ്. ഇവിടുത്തെ സമഗ്രത നഷ്ടപ്പെട്ടുകൊണ്ട് ഒന്നിനെയും ഇല്ലാതാക്കി എന്നുള്ളതും ഒരു പൈശാചികതയാണ്. തീർച്ചയായിട്ടും ഈ ആത്മഹൃദയം, ഈ നമുക്കുള്ളിലുള്ള മാലാക ഉണർന്നാലാണ് നമ്മൾ ദൈവവുമായി ടെലിഫോൺ കണക്ഷൻ എടുക്കുന്നത്. ഏത് മനുഷ്യനാകട്ടെ, ഏത് മതമാകട്ടെ, ജാതിയാകട്ടെ, ഇതൊന്നുമല്ല ബാഹ്യമായിട്ടുള്ള വേഷങ്ങളിലേക്കോ കുരിശിലേക്കോ തൊപ്പിയിലേക്കോ താടിയിലേക്കോ രുദ്രാക്ഷത്തിലേക്കോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്. ഈ ആത്മഹൃദയം, ഇതാണ് ഇവിടെ വെച്ച സിസ്റ്റം, ഇതിലേക്കാണ്. ഇത് ഉണർത്തുകയാണ് പ്രേമാവതാരം സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി തീർച്ചയായിട്ടും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദൈവവുമായിട്ട് നമുക്ക് കണക്ഷൻ ആകുന്നു. ഇവിടെ എല്ലാം സമഗ്രമാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഒന്നും ഇല്ല എന്ന് പറയലും ഒരു പൈശാചികതയാണ് എന്ന് പറഞ്ഞു. ഒന്നിനെയും ഇല്ലാതാക്കിക്കൊണ്ട് തന്നെയാണ് യഥാർത്ഥ ദൈവത്തെയും നിഷേധിച്ചത്. ദൈവത്തെ നിഷേധിക്കുക എന്നുള്ളത് ഈ സിസ്റ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കളിയാണ്. ആർത്തിയുടെ, സെൽഫിഷിന്റെ പ്രധാനപ്പെട്ട ഒരു കളിയാണ്. തീർച്ചയായും ദൈവികതയിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ് യഥാർത്ഥ ഡിവൈൻ ലവ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഒരു മാലാക, നമുക്കുള്ളിലുള്ള മാലാക കൽബ്, ആത്മഹൃദയം ഉണരുന്നതിനെ പറ്റി പറഞ്ഞു. അതുപോലുള്ള ഒരു ലോകമുണ്ട്. അതായത് ഇത് ഉണർന്നു കഴിഞ്ഞാൽ ഇതൊരു വാഹനമാണ്. നമ്മളിപ്പോൾ ഇവിടെ ഭൗതിക പ്രപഞ്ചത്തിലാണുള്ളത്. ഇവിടെ ഇവരെ ആത്മീയത എന്ന് പറയുന്ന കൽബുണരാത്ത എല്ലാം ഭൗതിക പ്രപഞ്ചത്തിലുള്ള ആത്മീയത മാത്രമാണ് ഇവിടെ പറയുന്ന എല്ലാം. അതുകൊണ്ടാണ് ഭൗതിക ജീവിതം സെറ്റിലാക്കലും രോഗം മാറ്റൽ, ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. എന്നാൽ ഭൗതിക ലോകത്തെ വാഹനമാണ് ഈ മനസ്സും, ഭൗതിക പ്രപഞ്ചത്തിലെ വാഹനമാണ് നെഫ്സും ഒക്കെ എന്നതുപോലെ മാലാക ലോകത്തെ അങ്ങനെ ഒരു ലോകവും ഉണ്ട്. എല്ലാം ഉള്ളിലെന്ന് മാത്രമല്ല, അതും ഒരു ചതിയാണെന്ന് അതാണ് നമ്മൾ പറഞ്ഞത്. ഈ ലോകം ഉണർന്നാൽ, ഈ നമ്മുടെ ഉള്ളിലുള്ള മാലാക ഉണർന്നാൽ അതിന് മാലാകയുടെ ലോകത്തേക്ക് പോകാൻ കഴിയും. അതുപോലെ ഇത് ഉണർന്നു കഴിഞ്ഞാൽ ഈ കോഴിമുട്ടയിൽ നിന്ന് ഇത് പൊട്ടി ദൈവിക പ്രകാശത്തിന്റെ ചൂട് കൊണ്ട് ഇത് പൊട്ടി ഉണർന്ന് ഇത് ദൈവിക നാമത്തിലായി ഇത് ഉണർന്നു കഴിഞ്ഞാലാണ് അടുത്തത് നമ്മുടെ മറ്റുള്ള ഫംഗ്ഷനുകളും മനുഷ്യനുണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് പ്രേമാവതാരം പഠിപ്പിച്ചിരിക്കുന്നു. അത് ലക്ഷങ്ങളുടേത് ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. അടുത്തതാണ് നമ്മുടെ യഥാർത്ഥ ആത്മാവ്. നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. നമ്മൾ മരിക്കുന്നില്ല. മരിക്കാത്തതിന് ഒരു കോർപ്പറേറ്റുകൾക്കും ഒരു അധികാരികൾക്കും നമ്മളെ തീർച്ചയായിട്ടും ഒരു ഉപദ്രവിക്കാനും കഴിയില്ല, കൊല്ലാനും കഴിയില്ല. പക്ഷെ വായ കൊണ്ട് പറഞ്ഞാൽ പോരാ, മരിക്കാത്തതിനെ നമ്മൾ തീർച്ചയായിട്ടും ഉണർത്തേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ഫംഗ്ഷനാണ് നമ്മുടെ ആത്മാവ് ഉണരൽ. ആത്മാവിന്റെ ഒരു ലോകമുണ്ട്, അർവാഹുകളുടെ ലോകം. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന് ആത്മസഹായികളുണ്ട്. നമ്മൾ ആകെ പഠിക്കുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ശരീരവും ഒരു ആത്മാവും മാത്രമാണ്. ഇതല്ല യഥാർത്ഥം. ഇതൊക്കെ ഇവിടുത്തെ അറിവുകൾ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അടുത്തത് രഹസ്യ ആത്മാവുണ്ട്, സിറ് എന്ന് പറയും അതിന്. അതിനും ഒരു ലോകമുണ്ട്. അത് ഉണർന്നു കഴിഞ്ഞാൽ അതിന്റെ ലോകത്തെത്തും. അടുത്തത് നിഗൂഢ ആത്മാവ് കഫിയുണ്ട്, അതിനും ഒരു ലോകമുണ്ട്. അടുത്തത് അക്ഫയുണ്ട്, അതിനും ഒരു ലോകമുണ്ട്. ഇതൊക്കെ ഓരോന്ന് ഉണർത്താനാണ് ഓരോ പ്രവാചകന്മാരും വന്നത്. ആദിയോഗി ശിവൻ കൽബ് ഉണർത്തിക്കൊണ്ടുള്ള അറിവ് കൊണ്ടാണ് വന്നത്. മാനവരാശി ടെക്നോളജിയൊക്കെ അപ്ഡേറ്റ് ആവുന്നത് പോലെ ആത്മീയത അപ്ഡേറ്റ് ആയിട്ടുണ്ട്. റൂഹിനെ ഉണർത്തുന്നതുമായിട്ടാണ് ഇബ്രാഹിം വന്നത്. പക്ഷേ ഓരോരുത്തർ പോകുമ്പോഴും കൽബിനെ ഉണർത്തുന്നത്, ആത്മഹൃദയത്തെ ഉണർത്തുന്നത് തന്നെ അസ്തമിച്ചു. കാരണം അവർ കൊണ്ടുവന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മായം കലർത്തി അത് മാത്രമാക്കി അതിന്റെ സത്ത പോക്കി അട്ടിമറി നടക്കുന്നത് നമ്മൾ പറഞ്ഞു. അതുപോലെ മോശസ് വന്നത് സിറ് രഹസ്യാത്മാവ് ഉണർത്തിക്കൊണ്ടാണ്. യേശു വന്നത് കഫിയെ ഉണർത്തിക്കൊണ്ടാണ്. നിഗൂഢാത്മാവ്, അതിനിഗൂഢമായ ആത്മാവ് അക്ഫയും ഉണർത്തിക്കൊണ്ടാണ് മുഹമ്മദ് നബി വന്നത്. അതാണ് ആത്മീയത അവിടെ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും നമുക്കൊരു അലയുമുണ്ട്. അതിന്റെ ബന്ധം ദൈവവുമായിട്ടാണ്. അതാണ് ദൈവത്തെ ദർശിക്കുന്നത്. അതിന്റെ ലോകമാണ്, അതിന്റെ ദൈവികമായിട്ടുള്ള ലോകമാണ്. അതിനും ഒരു ലോകമുണ്ട്. ആ ലോകത്തിന് മുകളിൽ തീർച്ചയായിട്ടും ദൈവം ഉപവിഷ്ടനാണ്. ദൈവം എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് പറയാറുണ്ട്. അതാണ് പറയുന്നത് ദൈവത്തെ നിഷേധിക്കുന്നത് ഏറ്റവും വലിയ പൈശാചികതയാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇതും കൂടി പറയുന്നത്. അതായത് ദൈവത്തിൽ നിന്ന് ഉതിരുന്ന ആ ചൈതന്യം പ്രകാശമാണ് എല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. അതൊരു തലം മാത്രമാണ്. അതുപോലും യഥാർത്ഥത്തിൽ അറിയാതെയാണ് അതൊക്കെ ഇന്ന് പറയുന്നത്. കാരണം നമ്മളിന്ന് പറഞ്ഞു ഇന്ന് ഇവിടെ കൽബന്നെ തുറക്കാത്ത ആത്മീയരാണ് ഉള്ളത് എന്നുള്ളത്. എന്നാൽ ഈ ചൈതന്യമൊക്കെ പടർത്തുന്ന ഒരു ധാത്തുണ്ട്, അസ്തിത്വമുണ്ട്. നമ്മൾ പറയാറുണ്ട് ദൈവത്തിന് രൂപമില്ലെന്ന്. യഥാർത്ഥത്തിൽ നമുക്കാണ് രൂപം ഇല്ലാത്തത്. ദൈവത്തിന്റെ രൂപത്തിലാണ് ആദമിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത്. ദൈവത്തിനാണ് അസ്തിത്വമുള്ളത്, നമുക്കാണ് അസ്തിത്വമില്ലാത്തത്. ദൈവത്തിന്റെ അസ്തിത്വത്തെ നിഷേധിക്കൽ പൈശാചികതയാണ്. ഇതാണ് ഇന്നത്തെ ആത്മീയർ എന്ന് പറയുന്നവർ വരെ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവർ പറയുന്ന തലത്തിനൊക്കെ അപ്പുറമാണ് ദൈവത്തിന്റെ അസ്തിത്വം. ദൈവത്തിന്റെ ഈ ആകാശലോകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നൂറ് ചൈതന്യം എന്നൊക്കെ പറയുമ്പോൾ അത് പടർത്തുന്ന ഒരു ദൈവമുണ്ട്. അതാണ് ദൈവത്തിന്റെ അസ്തിത്വം, ധാത്ത്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് അസ്തിത്വമില്ല എന്ന് വളരെ ലളിതമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് നമ്മുടെ യഥാർത്ഥം എന്താണ്? നമ്മുടെ റൂഹാണ്. അതിന് ഒരു രൂപവും ഇല്ല, ഒന്നുമില്ല, ഒരു ഭാവവും രൂപവും ഒന്നുമില്ല. നമ്മൾ ഭൂമിയിലേക്ക് വന്നപ്പോൾ ശരീരം ഇട്ടത് എന്തുകൊണ്ടാണ്? നമ്മുടെ റൂഹിന് സ്വയം ഒരു അസ്തിത്വം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ റൂഹിന് എന്തുകൊണ്ടാണ് മറ്റ് ഫംഗ്ഷനുകൾ, ഇപ്പൊ സിറ്, ഇപ്പൊ പറഞ്ഞ രഹസ്യാത്മാവ്, നിഗൂഢാത്മാവ്, അതിനിഗൂഢാത്മാവ് ഒക്കെ ഇട്ടത് അതിനെ സഹായിക്കാനാണ്. യഥാർത്ഥത്തിൽ നമുക്കിവിടെ നമ്മുടെ ചില ഭൗതികമായ ഫംഗ്ഷന് കൂടി ഈ ആത്മീയമായ ഫംഗ്ഷൻ ഉള്ളത് കൊണ്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ അക്ഫ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ഓരോന്നും നിങ്ങൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കാണ് അസ്തിത്വമില്ലാത്തത്, നമ്മുടെ റൂഹിനാണ് അസ്തിത്വമില്ലാത്തത്. ദൈവത്തിനാണ് യഥാർത്ഥ അസ്തിത്വം ഉള്ളത്. ദൈവത്തിന് മറ്റുള്ള ഒന്നിന്റെയും ആവശ്യമില്ല. ദൈവത്തിന്റെ അസ്തിത്വം എന്താണെന്ന് പറഞ്ഞാൽ അതിനെ റൂഹ്, ശരീരം എന്ന് വേർതിരിക്കേണ്ടതില്ല. അത് സമ്പൂർണ്ണമാണ്.
മറ്റുള്ളതിന്റെ സപ്പോർട്ട് വരുന്നത് അസ്തിത്വമില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പറഞ്ഞാൽ വേറെ ഒന്നും കൂടി പറയാം, ഇവിടെ കൽബ് തന്നെ ഇല്ലാത്ത ഒരു ഇരുണ്ട യുഗത്തിലാണുള്ളത്. അപ്പൊ മാനവരാശിയുടെ ഹൃദയം ഉണർത്തിക്കൊണ്ട് ഈ ആത്മീയതയുടെ ബേസിക് ഒക്കെ വളരെ വ്യക്തമായിട്ട് സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷായി പഠിപ്പിച്ചിരിക്കുന്നു, ഉണർത്തിയും ഇരിക്കുന്നു. അല്ലാമ ഇഖ്ബാൽ പറയുന്നുണ്ട്, പ്രേമാവതാരം വന്നാൽ ദൈവിക ദർശനം സാധാരണമായി തീരുമെന്ന്. തീർച്ചയായിട്ടും അതൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ദൈവിക ദർശനമൊക്കെ ലഭിച്ചവരുണ്ട്. തീർച്ചയായും മനുഷ്യൻ ഈ പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ്, ഓരോന്നുണർന്ന് പൂർണ്ണതയിലേക്കുള്ള യാത്രയിലാണ് മനുഷ്യൻ. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു ആത്മീയത അപ്ഡേറ്റ് ആയിക്കൊണ്ടാണ് വരുന്നതെന്ന്. അപ്പൊ അവസാനമായിട്ട് ഋഷിവര്യന്മാരും പ്രവാചകന്മാരും വിശുദ്ധന്മാരും ഒക്കെ അവസാനിച്ച് എന്നിട്ടും ഭൂമിയിൽ ഇനിയും ഫിനിഷിങ് ബാക്കിയുണ്ട്. അപ്പോൾ ആ ഫിനിഷിങ്ങിന് വരലും മഹാപ്രേമാവതാരമാണ്. ആ പ്രേമാവതാരം വന്നിരിക്കുന്നത് ആത്മീയ ലോകത്തിനും അപ്പുറത്ത് നിന്നാണ്. നമ്മൾ ആത്മീയ ലോകങ്ങൾ പറഞ്ഞു, അള്ളാഹു ദൈവം സർവേശ്വരൻ ഇരിക്കുന്നത് പറഞ്ഞു, ആത്മീയ ലോകങ്ങൾക്കെല്ലാം മുകളിൽ അവന്റെ ഏക അസ്തിത്വത്തെ പറ്റി പറഞ്ഞു. അതിനും അപ്പുറത്ത് നിന്നായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ലോകത്ത് നിന്ന്, ദൈവികമായ ലോകത്ത് നിന്ന് സൂഫികൾ പറയുന്നു ദൈവം മറഞ്ഞിരിക്കുന്ന ഒരു നിധിയായിരുന്നു. എവിടെയാണോ മറഞ്ഞിരുന്നത് ആ ലോകത്ത് നിന്നാണ് പ്രേമാവതാരം വരില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ബേസിക് തന്നെ നഷ്ടപ്പെട്ടതുകൊണ്ട് അവിടുന്ന് ആത്മീയതയും പഠിപ്പിക്കുന്നു. എന്നാൽ ആത്മീയതക്കും മുകളിലുള്ള ഇഷ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ മതങ്ങളും അവതരിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ്. അതായത് മനുഷ്യനാണല്ലോ ഇതൊക്കെ ഉള്ളത്, ദൈവം പൂർണ്ണ അസ്തിത്വമാണ്. അപ്പൊ മനുഷ്യർക്ക് വേണ്ടിയാണ് എല്ലാ മതങ്ങളും അവതരിച്ചത്. എല്ലാം ഇപ്പൊ ഹിന്ദുമതമായാലും ആദമിന്റെ ശിവന്റെ ഇതിൽ നിന്ന് വരുന്നതാണ്, ക്രിസ്ത്യൻ മതം യേശുവിന്റെ ഇതിലാണ്, മോശസിന്റെ ഇതിലാണ് ജൂതമതം, മുഹമ്മദ് നബിയുടെ ഇതിലാണ് ഇസ്ലാം. അങ്ങനെ എല്ലാം അവതരിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ആത്മ ഫംഗ്ഷനുകളും ഉണർത്തുന്നതായിട്ടാണ് 5 പ്രധാനപ്പെട്ടവർ വന്നത്. അതിന്റെ കണ്ടിന്യൂ ആയിട്ടാണ് മറ്റുള്ളവരൊക്കെ വരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ എല്ലാ മതങ്ങളും മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യനെ ഉണർത്താൻ വേണ്ടി അവതരിച്ചിരിക്കുന്നു. എന്നാൽ സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷായി ദീൻ ഇലാഹിയുമായി വന്നിരിക്കുന്നു. അതായത് മതം ദീൻ എന്നതിന് നമ്മൾ ദൈവത്തിന്റെ ജീവിത രീതി എന്നെടുക്കാം. ദൈവത്തിന്റെ അല്ല, ജീവിത രീതി, മനുഷ്യർക്കുള്ള ജീവിത രീതിയാണ് ഇതുവരെ അവതരിച്ചത്. അത് തന്നെ അതിന്റെ സത്ത നഷ്ടപ്പെടുത്തിക്കൊണ്ട് വെറും ആചാര അനുഷ്ഠാന മതം മാത്രമാക്കി മാറ്റി എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ തന്നെ മതവുമായി, ദൈവത്തിന് തന്നെ ഒരു ജീവിത രീതി ഉണ്ടാവല്ലോ, ദൈവത്തിന് തന്നെ ഒരു ആർട്ട് ഓഫ് ലിവിംഗ് ഉണ്ടാവല്ലോ, അതുമായിട്ട് ആണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷാഹി വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ പ്രാജ്ഞതക്കും അപ്പുറമുള്ള മഹാ ഇഷ്കുമായിട്ട് അവസാന കാലത്ത് മഹാ അവതാരം വന്നിരിക്കുന്നു. അവിടുത്തെ തന്നെയാണ് ഇമാം മഹദി എന്നും ഖുർആൻ ഇമാമി മുബീൻ എന്നും ഭഗവാൻ, ഇന്ത്യയിൽ നമ്മൾ ഭഗവാൻ കൽക്കി എന്നും എല്ലാം വിളിച്ചത്. തീർച്ചയായിട്ടും ഈ ആത്മീയതക്കൊക്കെ അപ്പുറമുള്ള ദൈവിക ലോകത്ത് നിന്നാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷാഹി വന്നത് എന്നിരിക്കെ അവർ പൂർണ്ണ അസ്തിത്വമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് മരിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് പൂർണ്ണമായ അസ്തിത്വമില്ല. നമ്മുടെ റൂഹിനെ വഹിക്കാൻ പലതുമുണ്ട്, പല ഫംഗ്ഷനുകളുണ്ട്, ശരീരമുണ്ട്. അപ്പൊ ആ ഫംഗ്ഷൻ വിട്ടുപോകുമ്പോൾ നമ്മൾ മരിക്കുന്നു, റൂഹ് പോകുന്നു. എന്നാൽ അതായത് ഒന്നും കൂടി എടുത്തു പറഞ്ഞാൽ നമുക്ക് നിത്യജീവൻ നൽകാനാണ്, നമ്മെ നിത്യജീവനിലേക്ക്, യഥാർത്ഥത്തിലേക്ക്, റിയാലിറ്റിയിലേക്ക്, എന്താണ് യഥാർത്ഥം എന്ന് നമ്മൾ പറഞ്ഞു, യഥാർത്ഥത്തിലേക്ക് മനുഷ്യനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനാണ് വരുന്നത്. അപ്പൊ ആരായിരിക്കും ഇവിടെ വരേണ്ടത്? ഇനി അവസാന കാലത്ത് തരേണ്ടത് തീർച്ചയായും നിത്യജീവന്റെ ഉറവകളാണ്. അവർ തീർച്ചയായും യഥാർത്ഥ ദൈവിക ലോകത്ത് നിന്ന് വന്നിരിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞു വന്നത് ചുരുക്കി പറഞ്ഞാൽ പൂർണ്ണ അസ്തിത്വമായ ഇടത്തു നിന്ന് വരുന്ന അവർക്ക് തീർച്ചയായിട്ടും മരണമില്ല. മനുഷ്യനാണ് മരണമുള്ളത്, ഒരു തരത്തിലുള്ള മരണവും അവർക്കില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈസബിനും മറിയവും യേശു ക്രിസ്തുവും വരുന്നത് അവിടെ നിന്നാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടാത്തതും ഇനിയും വരുന്നതും രണ്ടാം വരവ് വന്നിരിക്കുന്നതും. തീർച്ചയായിട്ടും രണ്ടാം വരവ് യേശു ക്രിസ്തു ഇമ്മാനുവൽ തീർച്ചയായിട്ടും ഭൂമിയിൽ ഇറങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും അവിടുന്നും കാത്തിരുന്നത് ഈ മഹാപ്രേമാവതാരത്തെയാണ്. അപ്പൊ ആ ഉന്നതമായ ദാത്ത് എങ്ങനെയാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കുക. അപ്പൊ ഇതിനൊക്കെ അപ്പുറമുള്ള മഹാരഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതുവരെ പ്രവാചകന്മാരും ആരും വെളിപ്പെടുത്താത്ത രഹസ്യങ്ങൾ വരെ വെളിപ്പെടുത്താനാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷാഹി വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതിനിധി ഇവിടെ ഇന്ന് ലോകത്ത് ഇഷ്ടംപോലെ ആത്മീയരുണ്ട്. കൽബ് പോലും ഉണർത്താനുള്ള സംഭവം നഷ്ടപ്പെട്ട ആത്മീയരെന്ന് പറയുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇഷ്ടംപോലെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും സകല മതത്തിലും മതത്തിനുള്ളിലുള്ള സംഘടനയിലൊക്കെ ഉണ്ട്. എന്നാൽ സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷാഹി ധീരനായിട്ടുള്ള, യഥാർത്ഥം പറയുന്ന, വ്യക്തമായി ലോകത്തോട് മാനവരാശിയോട് സംസാരിക്കുന്ന ഒരേ ഒരു പ്രതിനിധിയെ വെച്ചു അദ്ദേഹം ഈ മഹാപ്രേമത്തിന്റെ, പ്രണയത്തിന്റെ വിത്ത്, അതാണ് അടിത്തറ, അത് ലോകത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നു. സയ്യിദ് യൂനിസ് അൽ ബോഹർ തീർച്ചയായിട്ടും ബാഹ്യമായിട്ടും ആധുനികമായിട്ടുള്ള എല്ലാ രീതിയിലും അദ്ദേഹം ലോകത്തോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിച്ചു നോക്കാം. അൾട്രാ TV എന്ന് യൂട്യൂബിൽ അടിച്ച് പഠിച്ചു നോക്കണം. അവിടുന്ന് പറയുന്നു സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷായുടെ അറിവിൽ നിന്ന് 20-ലേറെ വർഷമായി അദ്ദേഹം സംസാരിക്കുന്നു. പുരോഹിതന്മാരുടെ സംസാരമല്ല, ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള ജ്ഞാനങ്ങളാണ്. ഓരോ ദിവസവും അദ്ദേഹം ലൈവിൽ വന്ന് ഇന്ത്യൻ സമയം 4 മണിക്ക് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. ഇൻസ്റ്റയിലും FBയിലും എല്ലാം ലോകത്തോട് സംസാരിക്കുന്നു. അതിനപ്പുറം ആന്തരികമായിട്ടുള്ള ഡ്യൂട്ടിയും നിർവഹിക്കുന്നു. അദ്ദേഹത്തിലേക്ക് വരുന്ന ഓരോ ആത്മാവിനെയും അദ്ദേഹം തീർച്ചയായിട്ടും നയിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ബോധ്യമായാൽ തീർച്ചയായിട്ടും ഈ നമ്മൾ പറഞ്ഞു, ഇനി വേറെ ഒരു സംഭവം കൂടി പറയാം. പുതുപുലരികൾ കൂടിച്ചേരുന്നു എന്നുള്ളത് നമ്മൾ കാലങ്ങളായി പറഞ്ഞൊരു സംഭവമാണ്. അപ്പൊ തീർച്ചയായിട്ടും പുതുപുലരികളായ ആത്മാക്കൾ കൂടിച്ചേരുന്നു. ആ ആത്മാക്കൾ ഭൂമിയിൽ ഇറങ്ങിയിരിക്കുന്നു. അതിന്റെ ആത്മാക്കൾ
അതിന്റെ ആത്മാക്കൾക്കുള്ള ഉണർത്ത് മാത്രമാണ് ഇത്. മറ നീങ്ങുമ്പോൾ അതിന്റെ ആത്മാവാണെന്ന് അവർ മനസ്സിലാവും. ആ ആത്മാക്കളുടെ നായകൻ പ്രേമാവതാരം സർക്കാർ റിയാസ് അഹമ്മദ് ഗോവർ ഷാഹി ഇറങ്ങി വന്നിരിക്കുന്നു. യേശുക്രിസ്തുവും ഈസബനും മറിയവും ഇറങ്ങി വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാ അമ്പിയാക്കളും എല്ലാവരും, ശിവനും കൃഷ്ണനും മുഹമ്മദ് നബിയും എല്ലാവരും അവരുടെ കൂടെ ആന്തരികമായി അണിഞ്ഞിരിക്കുന്നു. അതിന്റെ ആത്മാക്കൾക്ക് ഇത് മനസ്സിലാകും. തീർച്ചയായിട്ടും അതിനോട് ആകർഷിക്കും, അതിനോട് ചേരും. തീർച്ചയായിട്ടും അൾട്രാ ടിവിയിൽ നമ്പറുണ്ട്, അത് വിളിച്ച് നിങ്ങൾക്ക് ഇത് ബോധ്യമായാൽ സർക്കാർ റിയാസ് അഹമ്മദ് ഗോവർ ഷാഹിയെ, യേശുക്രിസ്തുവിനെ, അതുപോലെ അവിടുന്ന് പറയുന്നത് താലീം, അറിവ്, വിജ്ഞാനം ഇതൊക്കെ കേട്ടു നോക്കി പഠിച്ചു നോക്കി ബോധ്യമായാൽ തീർച്ചയായിട്ടും സർക്കാർ റിയാസ് അഹമ്മദ് ഗോവർ ഷാഹിയുടെ ഫോട്ടോ തന്നെ കാന്തമാണ്. അതിന്റെ ആത്മാക്കൾ അതിലേക്ക് ആകർഷിക്കും. ബോധ്യമായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൾട്രാ ടിവിയിലുള്ള നമ്പറിൽ വിളിച്ച് ദിക്ർ വേണം. അത് തരുന്നത് അത് ആത്മീയമായിട്ടുള്ള ബന്ധപ്പെടലായിരിക്കും. അതിന്റെ ആത്മാവ് അതിനെ തിരിച്ചറിയുന്ന സന്ദർഭമാണത്. അതിന്റെ ആത്മാക്കൾ ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നു. അല്പം പുതുപുലരികൾ ഇറങ്ങി വന്നിരിക്കുന്നു. അവർ തിരിച്ചറിയുന്നു ഇത് വേകുമ്പോൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. സർക്കാർ ആര് തന്നാലും, ഇവിടുന്ന് ഏൽപ്പിച്ചവർ തന്നാലും, നിങ്ങൾ എവിടെ വിളിച്ചു വേങ്ങിയാലും അവിടുന്ന് ഏൽപ്പിച്ചവരാകുമ്പോൾ അത് തരുന്നത് സർക്കാർ റിയാസ് അഹമ്മദ് ഗോവർ ഷാഹി ആയിരിക്കും. ആ ആത്മബന്ധം നിങ്ങൾ പുതുക്കുകയാണ്. ആ വിത്ത് നിങ്ങളുടെ ഉള്ളിൽ വളരും. തീർച്ചയായിട്ടും ഇവിടെ എല്ലാം നടക്കുന്നതാണ്. ആദ്യമായുള്ള അടിത്തറ ഇടലാണ് ഇവിടെ നടക്കുന്നത്. സർക്കാർ റിയാസ് അഹമ്മദ് ഗോവർ ഷാഹിയും ദിവ്യനായ ഈസബനും മറിയമും തീർച്ചയായിട്ടും ജീസസും ഇവിടെ പ്രത്യക്ഷമാവും, പബ്ലിക്കാവും. അപ്പോഴേക്കും ഇതിന്റെ ആത്മാക്കൾ ഉണർന്ന് പാകപ്പെടുമ്പോൾ അവർ മുന്നിൽ നിൽക്കുന്നുണ്ടാവും. ലോകത്ത് ഭൂമി അവസാനിക്കുന്ന മുന്നേ ലോകത്തെ എല്ലാ നീതിയും നടപ്പിലാവും. അതായത് ബാഹ്യമായിട്ടും ഭൂമി എങ്ങനെയാകണം എന്ന് കാണിക്കപ്പെടും. എന്നിട്ട് നമ്മൾ ഭൂമിയുടേതല്ല, ലോകത്തിൻ്റെതല്ല, അതിന്റെ ആത്മാക്കളെ അതിന്റെ ലോകത്തേക്ക് എടുക്കപ്പെടും. എല്ലാം ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. ലോകത്ത് നിങ്ങൾ കണ്ണും കാതും ഉറപ്പിച്ച് നിൽക്കുക. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ എങ്ങനെ വിചാരിച്ചു പോകും, നമ്മളൊക്കെ വളരെ അന്വേഷിച്ചിരുന്നു, പഠിച്ചിരുന്നു. പക്ഷെ യഥാർത്ഥം മനസ്സിലാവുമ്പോൾ നമ്മൾ അന്വേഷിച്ചിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ ഒഴുകുകയായിരുന്നു, നമ്മളെ കൈ പിടിച്ച് നയിക്കുകയായിരുന്നു. പ്രേമ അവതാരമാണ് നമ്മളെ നയിച്ചത് എന്ന്, മുന്നേയും നയിച്ചത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. തീർച്ചയായിട്ടും അവിടേക്കുള്ള ആത്മാക്കളുടെ ആകർഷണത്തിന് ഒരു സ്പാർക്കിന് വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. ലോകത്തുള്ള മഹാവിജ്ഞാനങ്ങൾ തീർച്ചയായിട്ടും അൾട്രാ ടിവിയിലൂടെ സയ്യിദ് യൂനുസ് അൽ ബോഹർ, മഹാദാത്തിന്റെ പ്രതിനിധി, ഉന്നതമായ പ്രേമാവതാരത്തിന്റെ പ്രതിനിധി ഉന്നതം തന്നെയായിരിക്കും. അവിടുന്നാണ് അവിടത്തേക്കുള്ള കവാടം. ധീരനായ അങ്ങനെയുള്ള ഒരു കവാടത്തെ ലോകത്ത് വെക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ലോകത്തോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് പഠിച്ചു നോക്കാം. ദീനിലാഹി എന്ന ഗ്രന്ഥത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ആത്മീയതയുടെ തസവുഫിന്റെ ഒക്കെ ബേസിക് വളരെ ലളിതമായിട്ട് വിവരിക്കുന്നു. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുള്ളവർക്ക്, അന്വേഷികൾക്ക്, വായിക്കുമെന്നുള്ളവർക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു തരുന്നതാണ്. അതുപോലെ അൾട്രാ ടിവിയും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് പഠിച്ചു നോക്കാം. എല്ലാത്തിനും അപ്പുറം ഇത് പ്രേമത്തിന്റെ ആകർഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട്